അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീട്
ഓട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വാർത്തയെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാൻ പരിശുദ്ധ ദൈവമാത നിങ്ങൾ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ Lord Jesus Christ, pour out His Spirit with fire fingers, soak with the precious blood. Lord, increase His spirit of power and grace. ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞു. അതിനാണ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത്, സ്വയം ചെറുതാകാൻ. അവിടെ വായി നോക്കി ആ പലുതാക്കാത്ത വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും. പല രീതി കല്ലപ്പം ആകുക, ഇങ്ങനെയുള്ള തരികടപ്പെടുകയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെല്ലാം കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ദൈവപുത്രനാണെന്നുള്ളത് ഒരു ആട്രിബ്യൂഷൻ അല്ല, അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ്. ജയിച്ചു കഴിയുമ്പോൾ പറയാൻ എന്താണെന്നറിയാമോ? അവൻ ആത്മാവിൽ ശക്തിപ്പെട്ട് ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യൂദയയിലേക്ക് വന്നു. അപ്പം നിന്നെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ്? ആത്മാവിനെ ശക്തിപ്പെടുത്തും. ദൈവവേദനെ നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം, മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തിപ്പോകണം ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? 14:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മനോഹരമാണ് സുവിശേഷം. എന്നെ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോണത്. മരുഭൂമി നടക്കണത് എന്താണ്? ദൈവപുത്രൻ എന്നുള്ള നിൻ്റെ സ്റ്റാറ്റസ് എവിടെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത്? അന്ന് നീ മരുഭൂമിയിലാണെന്ന് ഓർക്കണം. നീ മരുഭൂമിയിലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സത്യം. ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഗംഭീര പ്രോസസ്സിങ്ങാണ്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം എന്താ അവരുടെ പേരെന്നാ? കവിത വെട്ടിയാറിൽ നിന്ന്. കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ്. പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ്. ഒന്ന്, അവർക്ക് ഒരു സ്ഥലമുണ്ട്, പക്ഷേ രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല. അതാണ് പ്രശ്നം. വിൽക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവേ വിൽക്കാനും പറ്റണില്ല, പൊറുക്കാനും പറ്റണില്ല എന്ന് എഴുതി. അതെ. അപ്പോൾ ഈ വഴി കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കത്തില്ല. വർഷങ്ങളോട് ചോദിക്കുന്നതാണ്, കിട്ടണില്ല. ഇവളുടെ ആസ്തി എന്താണ്? ഇവളുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കപടതയാണ്. കർത്താവിൻ്റെ തിരുസന്നിധി എടുത്ത ഉടമ്പടിയിൽ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ കേൾക്കാൻ നല്ല രസമാണ്. കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ വാക്കി കൂടി പോവുകയാണ് രാത്രി. അപ്പോഴുണ്ട് പെരുമഴയത്ത് 2 കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം. അപ്പോൾ ഇവർ ആ 2 പത്രം വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവൾ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപട്യം പിടികിട്ടി. ഇരുട്ടത്ത് കിട്ടിയ പത്രമല്ലേ, ഇവൾ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ്? അത് ഓർക്കണം. ക്രിസ്ത്യൻ പള്ളിയുടെ വാതിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി നനയുകയാണ്.
ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ്. സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല മതം മാറ്റമൊന്നുമല്ല, അത് ബോധമില്ലാത്തവന്മാർ പറയണ അതല്ല. ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ. പക്ഷെ അതേസമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ഈ ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടു നടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ്. ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം? ദൈവം ചെയ്യാനുള്ള മാക്സിമം ചെയ്തു. എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം ഈ 2 വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത 2 വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോകണം, നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് 6 മീറ്റർ വഴി നീളത്തിലുള്ള വഴി 2 പേരും കൂടി ഇവിടെ കൂടുതലും പോയി. അതാ വിഷയം. കാപട്യമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി. ഇപ്പം നമുക്കെല്ലാം പറ്റുന്ന വിഷയം വെച്ചാൽ ദൈവം ആദ്യം അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് കാപട്യമാണ്. ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാമെന്ന് പറയണതിന് പിന്നിൽ ഒരു കാപട്യമുണ്ട്. ഇത് ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്നാണ് വെച്ചത്, കർത്താവ് ചെയ്യാനുള്ളത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞു. കുരിശിലെ മരണവും വീണ്ടെടുപ്പും. ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം. അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ എന്ന് ലോജിക്ക്, അതിനകത്ത് ലോജിക്കില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനകോടി നന്ദി, സ്തുതി, ആരാധനയെ സമർപ്പിക്കുന്നു. അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ മകനെയും ഇവിടെ നിർത്താൻ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി ജോസ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള സെൻറ്റ് ജോർജ് ചർച്ച് കുറ്റൂർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 2-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസക്കാലത്തേക്ക് എനിക്ക് ഒരു അനുഗ്രഹങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കൂടുതൽ തീഷ്ണതയോടുകൂടി ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തീഷ്ണതയോടുകൂടി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും കാരുണ്യപ്രവർത്തികളെല്ലാം പ്രാർത്ഥനയെല്ലാം ഞാൻ കൂടുതൽ തീഷ്ണമായി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല, 90% കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാക്ഷികളായിട്ട് എൻ്റെ കൂട്ടത്തിൽ അവർ അനുഗ്രഹം കിട്ടിയവരെല്ലാവരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിനെ ഓർത്ത് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് സാക്ഷി ഇപ്പം എൻ്റെ മകൻ കൂട്ടത്തിലുള്ളതുകൊണ്ട് മകൻ്റെ നിയോഗം വെച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ മകൻ സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ അവന് IELTS പഠിച്ച് കാനഡയ്ക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് 12 മണിക്കൂറാണ് അവിടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം വേണം അവൻ ഓൺലൈനായിട്ട് IELTS പഠിക്കുന്നത്. അപ്പം ഇവൻ സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് എൻ്റെ മകന്. അവന് കൂടുതൽ ഇംഗ്ലീഷൊന്നും അത്ര കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല. പക്ഷേ ഇവൻ എപ്പോഴും എന്നോട് പറയും, അമ്മ എനിക്ക് പരീക്ഷ എഴുതിയാൽ പാസ്സാവുമോ? അപ്പം 30,000 രൂപയിൽ അടുത്തുണ്ട് അവിടെ സൗദിയിലെ ഫീസ് കൊടുക്കാൻ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഞാൻ ഉടമ്പടിയിലാണ്, മാതാവ് എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തിൽ നിൻ്റെ കൂട്ടത്തിലും ഉണ്ട്, അപ്പോൾ നീ പേടിക്കുകയേ വേണ്ട, നീ പഠിച്ചോ, പരീക്ഷ പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് അന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു. വീഡിയോ കോൾ വിളിച്ചു. മാതാവിൻ്റെ തൈലം ഇവൻ്റെ നെറ്റിയേലും
ഇവൻ്റെ വായയിലും ചെവിയേലും ഞാൻ കുരിശ് വരച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, മോനെ നീ പൊയ്ക്കോ, നീ പേടിക്കണ്ട, പരീക്ഷ പാസ്സാവുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചാൻസ് തന്നെ എൻ്റെ മകൻ പരീക്ഷ പാസ്സായി. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അതിന് ശേഷം ഇവന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ട പേപ്പർ വർക്കുകൾ നടക്കുകയായിരുന്നു. ഏജൻസിക്ക് നല്ലൊരു തുക കൊടുക്കണമായിരുന്നു. വർക്ക് വിസയ്ക്കാണ് അപേക്ഷ കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ ഇവൻ അപേക്ഷ കൊടുത്തതിന് ശേഷമാണ്, ഈ പൈസ അടച്ചതിന് ശേഷമാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത്. അപ്പം ഇവിടെയുള്ളവർക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അവിടുന്ന് ഇപ്പോൾ ആർക്കും അങ്ങോട്ട് കാനഡയ്ക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഞങ്ങൾ 2 വർഷത്തേക്ക് ഇവൻ്റെ വിസയുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളെല്ലാം മുടങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഈ ഒരു കാര്യം കൂടി മാതാവ് എനിക്ക് സാധിച്ചു തരണം ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഇവൻ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പം ഇവനോട് ഞാൻ പല പ്രാവശ്യം പറയും, മോനെ നീ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഇവൻ ഉടമ്പടി എടുത്തില്ല. ഇവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവന് വിസ ഫസ്റ്റ് ആദ്യമേ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്താൽ ഇവനിവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതും വിസ റിജക്ഷൻ വന്നു. അപ്പോൾ ഇവൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ സെപ്റ്റംബർ 11 ഇവൻ്റെ വർക്ക് പെർമിറ്റ് നമുക്ക് അപ്രൂവലായിട്ട് കിട്ടി. അതിനുശേഷം ഇവന് പിന്നെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ദിവസങ്ങൾക്ക് ശേഷം അയച്ചു. ഇന്നലെ ഇവൻ്റെ പാസ്പോർട്ടിൽ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഞങ്ങളത് അയക്കുമ്പോൾ മാതാവിൻ്റെ തൈലം ഇവൻ്റെ പാസ്പോർട്ടേലും ഇവൻ്റെ പിന്നെ ആ പാസ്പോർട്ടേ ഞങ്ങൾ ഇട്ട് കവറിനകത്താക്കി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും അതിനകത്തൊരു കുരിശ് വരച്ചിട്ടാണ് ഞങ്ങൾ അയച്ചു കൊടുത്തത്. അപ്പോൾ ഇന്നലെ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. അത് രാവിലെ കിട്ടി. ഞങ്ങൾ വൈകുന്നേരം, കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് പോന്നു. പിന്നെ ഇന്ന് അവന് ടിക്കറ്റും റെഡി ആയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 21 എൻ്റെ മകൻ കാനഡയ്ക്ക് പോവുകയാണ്. ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ അക്രൈസ്തവ മേഖലയിലാണ് കൂടുതൽ ഞാൻ കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്നതിന് മുമ്പായി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ പത്രത്തേലും മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഈ പത്രം കിട്ടുന്ന ഒരാൾ പോലും അമ്മയുടെ അനുഗ്രഹം കിട്ടാതെ പോകരുത്. അമ്മ എല്ലാവരുടെ മേലും അമ്മ കരുണയായിരിക്കണം. അവർക്ക് വേണ്ടി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മധ്യസ്ഥ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ ഒരു വെയിലത്ത് കിലോമീറ്ററുകളോളം നടന്ന് ഓരോ വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഞാൻ നടന്ന് കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, ഞാൻ പഠിക്കാൻ ഫീസ് കൊടുക്കാൻ മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് ഞാൻ ഫീസ് കൊടുക്കും. അതുപോലെ അനാഥാലയങ്ങളിൽ ഞാൻ പോയി അവരുടെ റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് അവരെ കുളിപ്പിക്കണമെങ്കിൽ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും. പിന്നീട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഓരോ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനുള്ള പൈസ അവർക്ക് കൊടുക്കും. പിന്നീട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കും. ഞാൻ 2, 3, 4 അനാഥാലയങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി സന്ദർശിക്കും. അവർക്ക് ഞാൻ അതിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും, ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ അതുപോലെ തീരെ നിർധനരായ കുടുംബത്തിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ ആ ബുദ്ധിമുട്ടുള്ള ആ ഭവനങ്ങൾക്ക് ഞങ്ങൾ ആരും അറിയാതെ അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ അതുപോലെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുന്ന കുടുംബത്തിനൊക്കെ ഞങ്ങൾ ടൈലും അതിനുള്ള വീടിന് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിലും സായാഹ്ന പ്രാർത്ഥനയിലും എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതുമ്പോൾ എൻ്റെ 2-3 കാര്യങ്ങൾ മാത്രമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എഴുതുള്ളൂ. ബാക്കി പുറത്തുള്ളവർ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗങ്ങൾ എഴുതിയത്. അവർക്ക് നിയോഗങ്ങൾ എഴുതി ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം പറയാൻ വന്ന എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായി കിട്ടിയത് രോഗസൗഖ്യത്തെ പറ്റിയുള്ള സാക്ഷ്യമാണ്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. 10 വർഷത്തോളമായിട്ട് എൻ്റെ ഇടത് കാലിൻ്റെ മുട്ടിന്
നീര് വന്ന് ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത് കളയേണ്ട അവസ്ഥ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനൊന്നും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി അത് പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോഴത്തന്നെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. 2024 ഒക്ടോബറിലെ ഉടമ്പടി ജപമാല റാലി ഞാൻ പങ്കെടുത്തു കൊള്ളാമെന്ന്. അങ്ങനെ ആ ദിവസം ഞാൻ പങ്കെടുക്കുകയും എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിന് പൂർണ്ണ സൗഖ്യം വരികയും ചെയ്തു. ഇപ്പോൾ എനിക്ക് മുട്ടുമടക്കി എനിക്ക് കൊന്ത ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എത്ര നേരം വേണേലും എനിക്ക് മുട്ടുമടക്കി നിൽക്കാം. നേരത്തെ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. അന്ന് ഉടമ്പടി ജപമാല റാലിക്ക് പോകുമ്പോൾ 6 മണിക്കൂർ നടന്നിട്ടും കാലിനൊരു നീരും വന്നില്ല. ഇതൊക്കെ പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത് വന്ന രോഗസൗഖ്യം എനിക്ക് ഈ വർഷം ജൂൺ മാസം 2-ാം തീയതി വൈകിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ വലതുവശത്തായിട്ട് ഇങ്ങനെ വലതുവശം മാത്രം മിന്നിക്കൊണ്ട് വരികയും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. രാത്രിയായപ്പോഴത്തേക്ക് അമ്മ എൻ്റെ സ്വപ്നത്തിൽ വന്നു. നെക്സ്റ്റ് ഡേ 3-ാം തീയതി ജൂൺ 3-ാം തീയതി എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തിൻ്റെ വലതുവശം പാരാലിസിസ് ആയി. അത് ഫേഷ്യൽ പാൾസി എന്ന് പറയും. ഡോക്ടേഴ്സിനെ പോയി കണ്ടു, സ്കാൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു 3 മാസം എടുക്കും ഇത് റിക്കവർ ആകാനായിട്ട്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ടെൻഷനാകുന്ന ഞാൻ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് അമ്മയെ കൂട്ടുപിടിച്ച് അതെനിക്കൊരു ടെൻഷനേ തോന്നിയില്ല. പിന്നെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും ചെയ്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3 മാസം എന്ന് പറഞ്ഞ ആ അസുഖം എനിക്ക് 3 ആഴ്ച കൊണ്ടാണ് രോഗസൗഖ്യം തന്നത്, അമ്മ അനുഗ്രഹിച്ചത്. അന്നും ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഉടമ്പടി തൈലം പൂശി ഉടമ്പടി തൈലം അപ്ലൈ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലുക മാത്രമാണ് ഞാൻ ചെയ്തത്. വിശ്വാസത്തോടു കൂടി അത് ചെയ്തപ്പോൾ എനിക്ക് രോഗസൗഖ്യം വന്നു. അതിൻ്റെ 2-ാമത്തെ സാക്ഷ്യം. ഇനി 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജോലിയെ പറ്റിയിട്ടാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും. ഞാൻ അയർലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് OET എക്സാം എഴുതുന്നത് 2024 ഓഗസ്റ്റിലാണ്. ആ സമയത്ത് ഉടമ്പടിയുടെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വലിയ സ്കോറൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് എനിക്ക് ഒരു അയർലൻഡ് സ്കോർ കിട്ടിയാൽ മാത്രം മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ അമ്മ എനിക്ക് 4 മൊഡ്യൂളിനും 400 എബോവ് സ്കോർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിലൊരു സ്കോർ എനിക്ക് 400 A സ്കോറായിരുന്നു OETക്ക്. പിന്നെ അമ്മ തന്ന അനുഗ്രഹം ഈ അയർലൻഡിലെ ഇൻ്റർവ്യൂവിന് ഈ മാസം മെയ് മാസം 2024 ആദ്യത്തെ ഇൻ്റർവ്യൂ അയർലൻഡിൽ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഹോം കെയർ ആയിപ്പോയി. അത് എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെച്ചാൽ അതല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മ രാത്രിയിൽ ദർശനത്തിൽ വന്നിട്ട് കാണിച്ചത് ജോസഫ് അച്ഛനെയാണ്. നെക്സ്റ്റ് ഡേ ഞാനിവിടെ വന്ന അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ ആദ്യം വന്നിട്ടൊരു കാശ് രൂപം എൻ്റെ കയ്യിൽ തന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടൊരു കാശ് രൂപം കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് 1 വിസയല്ല 2 വിസയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏപ്രിൽ 25-ാം തീയതി എനിക്ക് കുവൈറ്റിൻ്റെ കോൾ വന്ന എമോയിച്ചിൻ്റെ. അങ്ങനെ കുവൈറ്റ് എമോയിച്ചിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് എനിക്ക് സെലക്ഷനായി. പിന്നെ വന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് CHI എന്ന് പറയുന്ന അയർലൻഡിലെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തത്. ആ ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് സമയത്തേക്ക് എനിക്ക് ഭയങ്കര ചുമയും ശാരീരിക അസ്വസ്ഥതകളും കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മ മാതാവ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അമ്മ സഹായിക്കാതെ എനിക്ക് ഈ ഇൻ്റർവ്യൂ ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ടഫുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ ചെയ്തത് അമ്മയുടെ ഉടമ്പടി നിറച്ച വസ്തുക്കളായ തൈലം പൂശി ഉപ്പ് സേവിച്ച് വെള്ളത്തിൽ കലക്കി ഉപ്പ് സേവിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി
രണ്ട് വശത്ത് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് അമ്മമാതാവിനെയും കൂട്ടുപിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 30 മിനിറ്റ് ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂ, ഒരു നിമിഷം പോലും ഞാൻ ചുമ എനിക്ക് വന്നതേ ഇല്ല. ആ 30 മിനിറ്റത്തെ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാകാനും, അങ്ങനെ 25 പേരുണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ 3 പേരാണ് ആകെ സെലക്ട് ആയത്. അതിലൊരാളായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. പിന്നെ അടുത്തത് വന്ന എൻ്റെ ഒരു കടമ്പ എന്ന് വെച്ചാൽ, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ സർവീസ് ഫോം എനിക്ക് അവർ തരത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സൗദി എംബസിയുമായിട്ട് അയർലൻഡ് എംബസി കോൺടാക്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടെൻഷനൊന്നും തോന്നിയില്ല, കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അയർലൻഡ് ഒഫീഷ്യൽസിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു, നിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം മതി, വേറെ ഒരു പേപ്പേഴ്സും വേണ്ട എന്ന്. പിന്നെ അടുത്ത ഒരു കടമ്പ വന്നത്, എൻ്റെ കോൺട്രാക്ട് ലെറ്റർ ഓഗസ്റ്റ് ആയിട്ട്, മെയ് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ കോൺട്രാക്ട് ലെറ്റർ വന്നില്ല, ഓഗസ്റ്റ് ആയിട്ടും. പിന്നെ ഓഗസ്റ്റ് 10-ാം തീയതി ഇവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമാണ്. ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എൻ്റെ പേപ്പർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് തംസ് ഇങ്ങനെ പൊക്കിയിട്ട് ഒന്നും പേടിക്കണ്ട എന്നുള്ള മട്ടിൽ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റും. അച്ഛൻ്റെ തലയുടെ ചുറ്റിലൊരു ഹോളോ, തൊട്ട് പുറകിലായിട്ട് അച്ഛൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ. അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും എൻ്റെ കോൺട്രാക്ട് ലെറ്റർ വേഗം തന്നെ വരും, എനിക്കെല്ലാം എൻ്റെ ശരിയാവുമെന്ന്. വീട്ടിൽ പോയി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് 12-ാം തീയതി അച്ഛൻ്റെ പ്രാർത്ഥനയുടെ സമയം, ഉടമ്പടി ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് എന്താണെന്ന് വെച്ചാൽ, അതിൽ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്, മാലാഖ കൈവിരിച്ച് അനുഗ്രഹിക്കുന്നു, 44 എന്ന സംഖ്യ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് അപ്പോൾ എനിക്കുള്ളതാണ് എന്നുള്ള ഉറപ്പിച്ച് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഹഗ്ഗായി 18 മുതൽ 23 വരെയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കാണാതറിയത്തിൽ ഞാൻ ഹിന്ദു ആണ്, അതുകൊണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട ദിവസം മുതൽ എങ്ങനെ ആയിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആ വചനം കണ്ടപ്പോൾ ഞാൻ ബൈബിൾ ഞാൻ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ആദ്യമായിട്ടാണ് ഞാൻ ആ വചനം കാണുന്നത്. ഞാനപ്പോൾ ഉറപ്പിച്ചു എനിക്ക് എന്തായാലും സെപ്റ്റംബർ 24-ാം തീയതി അമ്മ എൻ്റെ വിസ എനിക്ക് തരുമെന്നുള്ള ഞാൻ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ തന്നെയാണ് എന്നെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരുന്നത്. ടെൻഷനൊന്നും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോയി. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി എനിക്ക് VFSന് അപ്ലൈ ചെയ്യാനായിട്ട് മെയിൽ വന്നു. സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും, അമ്മ പറഞ്ഞ ദിവസം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വിസ സ്റ്റാമ്പ് കഴിഞ്ഞു. അത് ഡൽഹി എംബസിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടു. ഇന്ന് എനിക്ക് എൻ്റെ വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് അയർലൻഡിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്തെന്ന് വെച്ചാൽ, ഞാനിവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചിട്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പക്ഷെ ഞാൻ കൊല്ലത്തും പുനലൂരും ഒക്കെ പോയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തമിഴ് പത്രമൊക്കെ വാങ്ങിച്ചിട്ട്, പുനലൂർ ഏരിയയിലൊക്കെ കുറേ തമിഴ് ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് തമിഴ് പത്രമാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് വന്നതെല്ലാം, ചിലരെന്നെ വഴക്ക് പറയും, പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിൽ സന്തോഷിക്കും. കാരണം അച്ഛൻ പറഞ്ഞിട്ടുള്ളല്ലോ, നമ്മുടെ സ്റ്റാറ്റസ് ഡൗൺ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന്. അപ്പോൾ എനിക്കത് വിഷമില്ല. നേരത്തെ ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ 10 തിരിച്ചു പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ അമ്മ ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് ഒരുപാട് മാറ്റം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ്. കാരണം എനിക്ക് ആരോടും ഇപ്പോൾ ദേഷ്യപ്പെടാനായിട്ട് തോന്നത്തില്ല. എത്ര എന്നെ ഇറിറ്റേറ്റ് ചെയ്താലും ഞാനപ്പോൾ മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ചാൽ, ഞാൻ മാസത്തിലൊരു തുക കയ്യിൽ കരുതും. എന്നിട്ട് അത് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക്, അതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്.
പിന്നെ ഞാൻ സൗദിയിലായിരുന്ന സമയം അവിടെ ഒരു മോളുണ്ട്, അത് ഹൈഡ്രോസഫാലസ് എന്നൊരു അസുഖം വന്നിട്ട് അതിന് വയ്യാതായ കുട്ടിയാണ്. എൻ്റെ അച്ഛനും അമ്മയൊന്നും അതിനെ നോക്കാറില്ല. അപ്പോൾ ഞാൻ ആ മോൾക്ക് 1 വയസ്സ് തൊട്ടിട്ട് 4 വയസ്സ് വരെ ഞാൻ അതിൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അതിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയും പിന്നെ ഇടക ദിവസങ്ങളിൽ എനിക്ക് എപ്പോഴൊക്കെ സാലറി ഹൈക്കൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അതിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും അതിനെ കുളിപ്പിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജപമാല ചൊല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലാറില്ല. ആ ഓരോ മണിയിലും ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാറുള്ളത്. അതുകൊണ്ട് ചില ദിവസങ്ങളിലൊക്കെ ജപമാല ചൊല്ലുമ്പോൾ 4-5 പ്രാവശ്യം വരെയൊക്കെ ജപമാല ചൊല്ലും. ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് മടുപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലുന്നത്. ഇപ്പം ജപമാല ചൊല്ലുന്ന ഒരു ഹരമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ ഈ ഉടമ്പടി എന്താണെന്നോ പരിശുദ്ധ അമ്മ ആരാണെന്നോ ഒന്നും അറിയാത്ത എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനും അവരിപ്പോൾ ഒരു പ്രാവശ്യം ഉടമ്പടി വന്ന് പുതുക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അവരും അടുത്ത് തന്നെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ശില്പ. ഞാൻ വരുന്ന തിരുവനന്തപുരത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 20/1/2023 ആദ്യത്തെ പുതുക്കലിന് ശേഷം ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ വന്ന് നിയോഗം വെച്ചതും അതാണ്. എനിക്ക് OET എക്സാം പാസ്സാവാനാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത്. ആദ്യം നിയോഗം വെച്ചത് അതായിരുന്നു. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആദ്യത്തെ സാക്ഷ്യത്തെ ഞാനത് വിട്ടുപോയി പറയാൻ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം അമ്മയുടെ കൂടെയാണ് വന്നത്. ബസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ ഓരോ സ്റ്റോപ്പ് ഇറങ്ങി ലേറ്റായാണ് ഇവിടെ വന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് താമസിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പം നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം അൾത്താരയിൽ ഇരിക്കുന്ന മാതാവിനെ അല്ല കണ്ടത്. അവിടെ ആ നെഞ്ചിൽ ക്ലോക്കുള്ള മാതാവിനെയാണ് കണ്ടത്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഉടമ്പടി ടോക്കൺ കിട്ടി. വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ജസ്റ്റ് ആദ്യം കാണുന്ന ആ രൂപത്തിലാണ്. ആ രൂപം കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ ആ ക്ലോക്ക് ശ്രദ്ധിക്കുന്നത്. അതിലെ സമയം 9:40 പെട്ടെന്ന് എനിക്ക് എൻ്റെ വാച്ച് നോക്കണമെന്ന് തോന്നി. എൻ്റെ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അവളോട് ഞാൻ വാച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ വാച്ചിലെ കറക്റ്റ് സമയം 9:40. അമ്മയുടെ നെഞ്ചിൽ കണ്ട സമയവും 9:40. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ സമയം മാതാവിൻ്റെ കയ്യിലുണ്ട്, മാതാവ് എനിക്കത് എല്ലാ സമയത്ത് തരുമെന്ന് ഒരു ഉറച്ച വിശ്വാസം ഇവിടെ കാലുകുത്തിയപ്പോൾ തന്നെ എനിക്ക് ലഭിച്ചു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ 9ാമത്തെ ഉടമ്പടിയിലാണ്. ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജോലി ഓക്കെ ആയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ OET എക്സാം ഞാൻ 6 വട്ടം എഴുതി. ലിസണിങ് മാത്രം എനിക്ക് കിട്ടത്തില്ലായിരുന്നു. എപ്പോഴും ലിസണിങ് എനിക്ക് പോകും. അങ്ങനെ ഞാൻ ഒരുപാട് പ്രയത്നിച്ചു. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് ഒമാനിലൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഞാൻ നഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. ജോലി നഷ്ടപ്പെട്ടു, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. ഉടമ്പടിക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ട്. പക്ഷേ എന്നാലും വിശ്വാസത്തോടു കൂടി ഉടമ്പടിയിൽ നിന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവ് എനിക്ക് തരുമെന്നുള്ളത്. OET എക്സാം ഒരുപാട് വട്ടം എഴുതിയിട്ടും കിട്ടാഞ്ഞപ്പോൾ ഞാൻ ഒരു വട്ടം ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛനെയാണ് ഞാൻ കാണുന്നത്. ജോസഫ് അച്ഛൻ എന്നെ അൾത്താരയുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ കൈ രണ്ടും കൂടി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, നീ GCC കൺട്രി നോക്കാനായിട്ട്. അതിനുശേഷം എനിക്ക് അടുത്ത ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ നിയോഗം ലാസ്റ്റാണ് വെച്ചത്. അത് ഞാൻ വെച്ചത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് എനിക്കൊരു നല്ല ജോലി തരണം എന്നതാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചത്. പിന്നെ ഞാൻ കാത്തിരുന്നു, ഒരുപാട് നാൾ കാത്തിരുന്നു. ഓരോ വേക്കൻസി വരാനായിട്ട് നല്ല വേക്കൻസി കിട്ടുമോ എന്നറിയാൻ ഞാൻ ഒരുപാട് കാത്തിരുന്നു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എനിക്ക് ഒമാനിൽ മിനിസ്ട്രിയിലത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എനിക്ക് ലൈസൻസ് റിന്യൂ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതേണ്ടി വന്നു. എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു ബ്ലെസ്സിങ് വാങ്ങിക്കാനാണ് വന്നത്. അന്ന് പക്ഷേ എനിക്ക് ഉടമ്പടി പുതുക്കുകയും കൂടി വേണമായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് എല്ലാവരും കണ്ട് ബ്ലെസ്സിങ് മേടിച്ച ശേഷം ലാസ്റ്റാണ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിക്കാൻ വരുന്നത്. എൻ്റെ കൂടെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു ബ്ലെസ്സിങ് മേടിക്കാനായിട്ട്. എക്സാമിന് വേണ്ടി ഞാൻ ബ്ലെസ്സിങ് മേടിച്ചു. അതിനുശേഷം എൻ്റെ കൂടെ നിന്ന ഡോക്ടറൊക്കെ അച്ഛനോട് എന്തോ പറയാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പം ഞാനും നിന്നു. കാരണം അന്ന് വരുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ വീണ്ടും അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഇതാണ് കണ്ടത്. അച്ഛൻ ഇങ്ങനെ പോയപ്പോൾ ഞാൻ അച്ഛനെ പെട്ടെന്ന് തന്നെ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു.
അപ്പോൾ ഞാൻ അച്ഛനോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. എനിക്ക് എന്താ അച്ഛൻ ഒരു ജോലി കിട്ടാത്തത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നെ കവിളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോളെ നീ 2-3 ഡേറ്റ് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ഡേറ്റ് പറഞ്ഞു, 20, 7, 8 ഒക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു. പിന്നെ ഞാൻ കാണുന്നത് സ്വർണ്ണ കളറിൽ 2-7 എന്നൊരു ഡേറ്റ് എൻ്റെ മുന്നിൽ ദൈവം എഴുതി കാണിക്കുന്നതാണ്. നല്ല ഗോൾഡൻ ലെറ്ററിൽ ഞാൻ കണ്ടു 2-7 എന്നുള്ളത്. പെട്ടെന്ന് ഞാൻ ഉണർന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു 27-ാം തീയതി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് എക്സാമിന് ബ്ലെസ്സിങ് മേടിച്ചു. അപ്പം വീണ്ടും ഞാൻ ഇവിടെ തന്നെ നിന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, എന്തെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനിങ്ങനെ എക്സാമിന് വേണ്ടി പോവുകയാണ്, എനിക്ക് പക്ഷേ ഒരു ജോലിക്കായിട്ട് ഞാൻ ബയോഡേറ്റ എല്ലാം ഇട്ടിട്ടുണ്ട്, എനിക്കിതുവരെ ഒരു റിപ്ലൈയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ രണ്ടാമതും ബ്ലെസ് ചെയ്തിട്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നത്. എക്സാം ഞാൻ പാസ്സായി. ഞാനിവിടെ നിന്ന് എക്സാം പാസ്സായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. ഒമാൻ ഗവൺമെൻറ്റിലത്തേക്കുള്ള ഇൻ്റർവ്യൂവിൽ എൻ്റെ ബയോഡേറ്റ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അവരെൻ്റെ ബയോഡേറ്റ ചെക്ക് ചെയ്തിട്ട് ആദ്യം പറഞ്ഞത് എനിക്ക് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, കാരണം എനിക്ക് റീസെൻ്റായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അതിനു മുന്നേ 6 വർഷം ഞാൻ വർക്ക് ചെയ്തത് ഒമാനിലൊരു ക്ലിനിക്കിലായിരുന്നു. അപ്പോൾ റീസെൻറ്റ് എക്സ്പീരിയൻസ് 3 to 4 years വേണം നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ എനിക്കുള്ളത് 2 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ മാം, എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ എൻ്റെ പേരിൽ ആരോ മുന്നേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊരു പ്രശ്നമായിട്ട് വന്നു. അങ്ങനെ മാഡം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ മാത്രമായി ആ റൂമിൽ. എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് ആ മേശപ്പുറത്ത് വെച്ചിട്ട് നല്ലപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കിത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഞാൻ വീട്ടിൽ വന്നു. ഇൻ്റർവ്യൂ ജൂൺ ലാസ്റ്റ് ആയിരുന്നു. ഞാൻ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞത് എനിക്കത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. കാരണം റീസെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞത്. ജൂലൈ 2-ാം തീയതി ആയപ്പോഴത്തേക്കും നൈറ്റ് ഒരു 9 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ റിസൾട്ട് ഔട്ടായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾ സെലക്ട് ആയെന്ന്. പക്ഷേ എന്നെ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏജൻസിയിൽ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ പേര് അവരെ സെലക്ഷൻ ലിസ്റ്റിലുണ്ട്, ഞാൻ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്വപ്നം ആലോചിച്ചു. ഞാൻ കണ്ടത് 2-27 എന്നാണല്ലോ, പക്ഷേ എനിക്ക് അമ്മ അനുഗ്രഹം തന്നല്ലോ ഇപ്പോഴെന്ന് ഞാൻ ആലോചിച്ചു. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കണ്ട നമ്പർ ജൂലൈ 7-ാം മാസം 2-ാം തീയതി ആ 2-7 ആണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് അമ്മ കാണിച്ചെന്ന നമ്പർ, അമ്മ തന്ന ജോലി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് വിസ വന്നു. ഈ മാസം ഞാൻ ഒമാൻ MOU സ്റ്റാഫ് നഴ്സായിട്ട് പോവുകയാണ്. അടുത്ത സാക്ഷ്യം, ഞങ്ങൾക്കൊരു പുരയിടം ഉണ്ടായിരുന്നു. ഒരു നല്ല കുന്നായിരുന്നു, ഒരുപാട് ഉയരത്തിലായിരുന്നു. അത് ഇടിഞ്ഞ് വീണ് നശിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് വിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു നോക്കി, നടന്നില്ല. അതിൻ്റെ ഒരു ലോണിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ മുന്നേ ഇവിടെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നായിരുന്നു. ഞാൻ അതാ പുരയിടത്തിൽ കൊണ്ടുപോയി വെച്ചു. അതൊരു 6-7 മാസമായി. ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി നിയോഗവും വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും ഞാൻ ആ വസ്തുവിൻ്റെ കാര്യം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ എക്സാം പാസ്സാവുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് നടന്ന നിയോഗം ഇതാണ്. ആ വസ്തു വാങ്ങിക്കാൻ ഒരാൾ മുന്നോട്ട് വന്നു, അഡ്വാൻസ് തന്നു. അത് ഉടനെ തന്നെ ആ വസ്തു വിൽക്കുന്നതാണ്. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം അച്ഛനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. അത് ഞാനിവിടെ പറഞ്ഞതാണ് ആ സാക്ഷ്യം. പിന്നെ തിരുഹൃദയം മാതാവിനെ കണ്ടിട്ടുണ്ട്. പിന്നെ റോസാപ്പൂ, അങ്ങനെ ഓരോ അടയാളങ്ങൾ എനിക്ക് ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും മാതാവ് തന്ന് എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ന്യൂസ് പേപ്പർ, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലായിടത്തും കൊടുക്കും. ഹോസ്പിറ്റലിൽ കൊടുക്കും, മെഡിക്കൽ കോളേജിൽ കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രവിതരണമായിരുന്നു. അതിൽ പത്രം കൊടുത്തിട്ട് വരുമ്പോൾ ഓരോ വട്ടവും എനിക്ക് ഓരോ അനുഗ്രഹങ്ങൾ ദൈവം തരും. ഒരു വട്ടം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ട് വന്നിട്ട് രാത്രി ഞാൻ ഉറങ്ങുമായിരുന്നു. വെളുപ്പിനായപ്പോൾ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അപ്പോൾ നല്ല സുഗന്ധം നല്ല പോലെ അടിച്ച ശേഷം ഞാൻ പെട്ടെന്ന് ഉണർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഓരോ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ജോലിക്ക് കയറുന്നതിന് മുന്നേ എന്നും ഓർഫനേജിൽ പോകുമായിരുന്നു. മിക്ക ദിവസങ്ങളിലും പോയിട്ട് അവിടെ അവരെ കുളിപ്പിച്ച് കൊടുക്കും, വസ്ത്രം കഴുകി കൊടുക്കും, ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ജോലിക്ക് പോയ ശേഷം എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് 1 ദശാംശം ഞാൻ അവിടെ അവർക്ക് ഫുഡായിട്ടോ സാധനങ്ങളായിട്ടോ വാങ്ങിച്ചു കൊടുക്കും.
എനിക്ക് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ചോറ് പൊതി ഞാൻ കൊടുക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ഒരു പൊതി ചോറുമായിട്ട് ഞാൻ പോവും. വഴിയിലിരിക്കുന്ന ആർക്കെങ്കിലും, വിശന്നിരിക്കുന്ന ആർക്കെങ്കിലും ഞാനൊരു പൊതി ചോറ് കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഈ മാസം ഞാൻ പോവുകയാണ്. എന്നെ ഇത്രയും അനുഗ്രഹിച്ച സ്വർഗത്തിലേക്കുള്ള വഴിയും വാതിലുമായ ഈ കൃപാസനം അൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങളൊരായിരം നന്ദി പറയുന്നു. 2019 ഡിസംബർ 20 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ ഭർത്താവും ഉടമ്പടി എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം പുതുക്കിയ ആളാണ്. ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 8 ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഈ ആൾത്താരിയിൽ സാക്ഷ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ പേര് ജെസ്സി തോമസ്, ഭർത്താവ് തോമസ്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ മഞ്ഞവയൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഭർത്താവിന് 30 വർഷമായിട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കാറ്ററിംഗ് സെൻറ്റർ തുടങ്ങണം എന്നുള്ളത്. പല സ്ഥലങ്ങളിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങളിവിടെ 7ാമത് ഉടമ്പടി പുതുക്കിയ അന്നാണ് ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞത്. ദൈവം തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2024 സെപ്റ്റംബർ 8 ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ അമ്മ മാതാവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ 450-ലേറെ ഇടവകങ്ങൾക്ക് പായസം ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളുടെ കാറ്ററിംഗ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം അന്ന് നിർവഹിച്ചു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു ചെറിയ ഹോട്ടൽ, ഒരു 8 കിലോമീറ്റർ ദൂരെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലും തുടങ്ങാൻ അമ്മ അനുഗ്രഹിച്ചു. അതിന് സഹായമായിട്ടൊരു വണ്ടി ആവശ്യമായിരുന്നു. അതും അമ്മ ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചു. അമ്മ തന്നെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു. ഇങ്ങോട്ട് വന്ന് സഹായിക്കുകയായിരുന്നു. പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം, എന്നാലും ആ തക്ക സമയത്ത് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു. എല്ലാവരെയും ഞാൻ ഈ അൾത്താരയിൽ ഓർക്കുന്നു. മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ എനിക്ക് കാറ്ററിങ്ങിൽ തന്നെ ഞങ്ങൾ 8 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്ന ഒരു കൊല്ലം മുന്നേ ആണല്ലോ. അപ്പം ഞങ്ങൾക്കത് കുറച്ച് ചിലവൊക്കെ അധികമായിട്ട് വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അങ്ങാടിയിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ ചെറുതായിട്ട് അവിടുത്തെ നിർത്തി ഇവിടെ തുടങ്ങുവാൻ വേണ്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളത് തുടങ്ങും. സാക്ഷ്യം പറഞ്ഞതിന് ശേഷം തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. ഞാൻ രാവിലെ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, കാറ്ററിംഗ് സെൻറ്ററിൽ വന്നാൽ അവിടെ രാവിലെ വീട്ടിൽ നിന്ന് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞ് പള്ളിയിൽ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി, പിന്നെ കാറ്ററിംഗ് സെൻറ്ററിൽ വന്ന് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി എല്ലാവർക്കും കുരിശ് വരച്ച് കൊടുക്കും. പിന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ അന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ എനിക്ക് 2 രോഗസുഖങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായി കിട്ടിയത്, ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് തയ്യലായിരുന്നു. അപ്പോൾ എൻ്റെ 2 കാലിൻ്റെ മുട്ടിനും നടുവിനും ഭയങ്കര നീർക്കെട്ടും വേദനയായിരുന്നു. എൻ്റെ 2 മുട്ടിനും നടുവിനും ബെൽറ്റ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ 2023 അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇങ്ങനെ റാലിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഞാൻ എൻ്റെ മുട്ടിലും നടുവിനൊക്കെ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അഖണ്ഡ ജപമാല റാലിക്ക് മുന്നേ ഞാൻ ആ ബെൽറ്റെല്ലാം ഉപേക്ഷിച്ചു. ഞാൻ ഇവിടുന്ന് അർത്തുങ്കപ്പള്ളി വരെ ഞാൻ നടന്നു. ഒത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷീണം കാലിൻ്റെ മുട്ടിനല്ല, എനിക്ക് ഉറക്ക ക്ഷീണമായിരുന്നു. ഓരോ വീടിൻ്റെ തിണ്ണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവിടെ കയറി കിടന്ന് ഉറങ്ങിയാലോ എന്ന്. എന്നാൽ ഞാനൊന്നും ചെയ്യാതെ ഞാൻ പള്ളിയിലെത്തി തമ്പുരാൻ്റെ അനുഗ്രഹം നേടിപ്പോയി. ഇതുവരെ ഞാൻ ആ ബെൽറ്റ് പിന്നെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മൂക്കിൽ ഒരു 8 മാസമായിട്ട് ദശ വളരുന്നൊരു അനുഭവം ഉണ്ടായി. എനിക്കറിയില്ലായിരുന്നു. ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ചെറിയ പിള്ളേർക്കൊക്കെ ഉണ്ടാകുന്ന കേട്ടപ്പോൾ വലിയവർക്കും ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാനിങ്ങനെ അറിയുന്നത്. അപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി, ശ്വാസതടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേർ എന്നോട് പറഞ്ഞു, ചേച്ചി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കാണണം, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമില്ലെങ്കിലും മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണാൻ പോയില്ല. അവരോട് പറഞ്ഞു, വൈദ്യൻ എൻ്റെ വീട്ടിലുണ്ട്, മരുന്നും എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ തൈലം മൂക്കിൽ കുരിശ് വരയ്ക്കും, മൂക്കിൻ്റെ ഉള്ളിലും
ഞാൻ തേച്ച് പ്രാർത്ഥിച്ച് എനിക്കിപ്പം അസുഖം പൂർണ്ണമായി മാറിക്കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ മകളെ ഞാനിവിടെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിരുന്നു. ഉടമ്പടി പുതുക്കിയതുമാണ്. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ അവർക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട്. അപ്പോൾ അവൾ ആ സ്ഥലം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് എൻ്റെ പേരിൽ എഴുതി തന്നു. അമ്മ എന്തെങ്കിലും ചെയ്തോ, വിൽക്കോ, വീട് നന്നാക്കോ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ് എഴുതി തന്നു. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലെ എഗ്രിമെൻറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛനത് ബ്ലെസ് ചെയ്ത് ഒരു കാശ് രൂപ വെഞ്ചരിച്ച് തന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരുടെ മുറ്റത്തത് സ്ഥാപിച്ചു. പിറ്റേ മാസം ആദ്യം തന്നെ ആ സ്ഥലം വിൽക്കാനിടയായി. ആ കടബാധയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. കൂടാതെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ 20-ലേറെ ചോറ് പൊതി എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് പകൽ സമയങ്ങളിലൊക്കെ ഒത്തിരി സംഘടനകളൊക്കെ ഭക്ഷണം കൊടുക്കും. ഞങ്ങൾ രാത്രിയിലാണ് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അല്ലാതെ വ്രതമന്ദിരത്തിലും അല്ലാതെ ആരെന്ത് സഹായം ചോദിച്ചു വന്നാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ കാശ് രൂപ ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് പത്രത്തിൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ചിലരോട് ചോദിക്കാത്തവർക്കും ചിലപ്പോൾ എനിക്ക് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് ഞാനത് കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഞാൻ ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ബസ്സിനുള്ളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും പള്ളിയിലും വീടുകളിലൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളവർക്കൊക്കെ ഏറെക്കുറെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ അറിയാം. അവസാനം ഞാൻ കള്ള് ഷാപ്പിൽ വരെ കൊടുത്തു. ഏതെങ്കിലും ഒരു കള്ളുകൂടിയും രക്ഷപ്പെടുകയാണെങ്കിൽ ഒത്തിരി പേര് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വരെയും കൊടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാ ഞായറാഴ്ച ഞങ്ങൾക്ക് അതിലും വലിയൊരു സമ്മാനം, ഒരു ഗിഫ്റ്റായിട്ട് അമ്മ തന്നത് ഏപ്രിൽ 8-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ ഞാൻ ആദ്യം തയ്യലായിരുന്നു. പിന്നെ കൊറോണയൊക്കെ ആയപ്പോൾ ജോലി നിർത്തേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ 2 കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയായി. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയാകുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കടബാധകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിവൃത്തിയില്ലാത്ത ജോലിക്ക് പോയി. ഞാൻ എൻ്റെ വീട്ടിലും അല്ലായിരുന്നു. ഞങ്ങൾ 2 സ്ഥലത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ 7ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞ ആ സമയം തന്നെ ഉടമ്പടി എഴുതി വെച്ചു. എൻ്റെ അമ്മ എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ ഭർത്താവിന് നല്ല വരുമാനമുള്ള ജോലി കിട്ടണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ജോലി ഹോട്ടൽ തുടങ്ങാനും കാറ്ററിംഗ് തുടങ്ങാനും അന്ന് മുതൽ ആ ഏപ്രിൽ 8-ാം തീയതി മുതൽ ഇന്ന് വരെ എനിക്ക് പള്ളിയിൽ പോകാൻ ഒരു മുടക്കവും വന്നിട്ടില്ല. വേണമെങ്കിൽ 2-3 കുർബാനയ്ക്ക് പോകാം. പക്ഷേ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവും കഴിയുന്നത്ര ഞായറാഴ്ചകളിലും മുടക്കാറില്ല, കഴിയുന്നത്ര ഇട ദിവസങ്ങളിലും പോകാറുണ്ട്. 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല എങ്കിൽ പോലും ഇരുന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോവും. മുട്ടുകുത്തി എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ മുട്ടുകുത്തി എന്നാലും ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ പോകണം, അറിയില്ല. മുട്ടുകുത്തി എന്നാലും ഉറങ്ങി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് മാതാവ് ഇങ്ങനെ എന്തോ എനിക്കിങ്ങനെ ഒന്ന് കൊണ്ടുതരുന്ന പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ മാതാവിൻ്റെ കയ്യിൽ 2 പഴങ്ങൾ ഇരിക്കുന്ന പോലെ തോന്നി. എന്നെ ഇവിടെ ഉടമ്പടി എടുപ്പിക്കാൻ കൊണ്ടുവന്ന എൻ്റെ ചേച്ചിയുടെ മോനാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഞാനിങ്ങനെ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ജെസ്സി ആൻറ്റിക്ക് മാതാവ് തരുന്ന അനുഗ്രഹങ്ങളായിരിക്കും, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഇവിടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടായിരുന്നു. നല്ല മണം എന്ന് വെച്ചാൽ ഭയങ്കര വാസന. അപ്പം ഞങ്ങൾ 2-3 പേരോട് ചോദിച്ചു. ഞങ്ങൾക്ക് 1-2 പേർക്ക് ആ മണം കിട്ടി, വേറെ ആർക്കും ഒന്നും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഉടമ്പടി എടുത്ത് ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് ആ സ്മെല്ലുണ്ടായിരുന്നു. മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ 12ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞു. ഡിസംബറിൽ എനിക്കിനി 13ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ സിൽവർ ഗ്രേ കളറിൽ എനിക്ക് മാതാവിൻ്റെ ഉടമ്പടി മാതാവ് എനിക്ക് തരും. ഇനിയും ഇവിടെ ഈ കൃപാസനത്തിൽ ഒരുപാട് പേര് ആര് വന്നാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മാതാവ് കൈവിടില്ല. ഇവിടെ വന്ന് എത്തിപ്പെട്ടുന്നവർക്ക് സ്വർഗത്തിൻ്റെ വഴിയും വാതിലുമായി കൃപാസനത്തിൽ വരുന്നവർക്ക്
എന്നും രക്ഷയുണ്ടാവുള്ളൂ. ഒരിക്കലും ഒരു കോട്ടം തട്ടുകയില്ല. പിന്നെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള സമയം പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അത് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുന്ന വഴിയാണേലും ആരെപ്പോൾ പറഞ്ഞാലും ഞാൻ അപ്പം തന്നെ മാതാവിന് സമർപ്പിക്കും. പിന്നെ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിരുന്നു, എല്ലാവരും പ്രാർത്ഥന ഒരു ബുക്കിൽ എഴുതി വെച്ചിരുന്നു. ആ ബുക്ക് നിറഞ്ഞു. പിന്നെ ജോലി തിരക്കോടെ പിന്നെ ബുക്ക് എഴുതിയില്ല. ഒക്കെ ഞാൻ മാതാവിന് അപ്പം സമർപ്പിക്കും. അങ്ങനെ എൻ്റെ പേര് ശ്യാമിലി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലായ്ക്കടുത്ത് വള്ളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു അധ്യാപികയാണ്. ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2017 ജനുവരി 22 കല്യാണം കഴിഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് ആ മാസം തന്നെ ഞാൻ ഗർഭിണിയാകുകയും ചെയ്തു. പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അന്ന് കണ്ടില്ല. എല്ലാ മാസവും ഞങ്ങൾ ചെക്കപ്പിന് പോകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോംപ്ലിക്കേഷനൊന്നും ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു 6 മാസമായപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു ബ്ലീഡിങ് ഉണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം പോകുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് സാധാരണ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഒരു പ്രഗ്നൻസിയിൽ ഒരു ചെറിയൊരു ബ്ലീഡിങ് അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രസവം നടക്കും, കുഞ്ഞിന് തീരെ ഹാർട്ട് ബീറ്റ് ഇല്ല, അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അതുവരെ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും പ്രസവം എന്ന് പറയുന്ന കാര്യം മുന്നിൽ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കുഞ്ഞിനെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ കണ്ടു. പക്ഷേ തീരെ ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മോളായിരുന്നു, അവളങ്ങ് പോയി. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അന്ന് അംഗീകരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം തുടക്കം മുതലേ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അവരത് പ്രതീക്ഷിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമെന്ന്. എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരാളാണ് പെട്ടെന്ന് അങ്ങനെ പോയത്. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാരണം സെർവിക്കൽ ഇൻകോമ്പറ്റൻസി, അതായത് നിങ്ങളുടെ സെർവിക്സ് പെട്ടെന്നങ്ങ് വൈഡായി പോകുന്നു എന്നുള്ളൊരു റീസണാണ് പറഞ്ഞത്. അപ്പം ഡോക്ടർ പറഞ്ഞു സാരമില്ല, നമുക്ക് അടുത്തത് പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റിച്ച് ഇടാം, വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പ്രഗ്നൻ്റായി. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ട്യൂബിലായിരുന്നു. ട്യൂബിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 1.25 മാസത്തോളം അത് വളർന്നു. ഞങ്ങളത് അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ട്യൂബ് പൊട്ടിപ്പോയി. എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായി, വയറ്റിനകത്ത് നിറച്ച് ബ്ലഡായി. പെട്ടെന്ന് തന്നെ ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് എമർജൻസിയിൽ, ഞാൻ ഹൈദരാബാദിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാനത് പ്രതീക്ഷിച്ചതേ അല്ല. അന്ന് രാവിലെയാണ് ഇതൊരു ചെറിയൊരു ബ്ലീഡിങ് ആയിട്ട് പോയത്. ഇപ്പം തന്നെ നിങ്ങൾ ആളെ കയറ്റിയില്ലെങ്കിൽ ആൾ മരിച്ചു പോകും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് തന്നെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടി അവിടെ വരികയും പെട്ടെന്ന് തന്നെ സൈൻ ചെയ്യുക, അന്നേരം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയായിരുന്നു. അതിനുശേഷമാണെങ്കിൽ അങ്ങനെ ആ കുഞ്ഞും പോയി. പിന്നീട് ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വേറൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ഒരു 2 ട്വിൻസായിരുന്നു, അത് ആൺമക്കളായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രഗ്നൻ്റായി 2 മാസം കഴിഞ്ഞപ്പോഴേ സ്റ്റിച്ചൊക്കെ ഇട്ടു. കംപ്ലീറ്റ് ഡോക്ടർ പറഞ്ഞതുപോലെ ബെഡ് റെസ്റ്റ് എടുത്തു, എല്ലാം ചെയ്തു. പക്ഷേ എന്നിട്ടെന്നും 4.5 മാസമായപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു ഡെലിവറിക്ക് പെയിൻ വരുന്ന പോലെ വന്നു. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞും അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ അതും ഇപ്പോൾ 3 പ്രാവശ്യം ഇങ്ങനെ അബോർഷൻ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ആകപ്പാടെ പ്രതീക്ഷ മുഴുവനും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഇരുന്നൊരു സന്ദർഭത്തിലാണ് എൻ്റെ ഒരു ബന്ധു, അവർ കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയിൽ പോകുന്നുണ്ട്, വരുന്നോ എന്നോട് ചോദിച്ചു. ഞാൻ അതുവരെ ഇങ്ങനൊരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ട് പോയി. ഞാൻ ആലപ്പുഴയാണ് എൻ്റെ ഒരു സ്ഥലമെങ്കിൽ പോലും, ഞാൻ ജനിച്ച് വളർന്നത് എടത്വായിലാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഞാനിങ്ങനെ ഒരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചുമ്മാ അവർ വന്നപ്പോൾ എന്നാലൊന്ന് പോയേക്കാം എന്നും പറഞ്ഞ് വെറുതെ വന്നതാണ് ഈ പള്ളിയിൽ. അന്ന് വന്നപ്പോഴത്തേനും എല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടു. അപ്പം എനിക്കിന്ന് ഞാനിവിടെ വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും തോന്നി എന്നാൽ ഒരു ഉടമ്പടി എടുത്തേക്കാം എന്നും പറഞ്ഞ്. അന്ന് അതുവരെ എനിക്ക് വിശ്വാസമേ ഇല്ലായിരുന്നു. മാതാവിനെ വിളിക്കും പ്രാർത്ഥിക്കും എന്നതിനപ്പുറം വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ വന്നിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ എന്നും ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും. എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഉപ്പ് നാക്കിൽ വെക്കും, അതുപോലെ എണ്ണയൊന്ന് വയറ്റത്ത് തടവും, വിശ്വാസ പ്രമാണം ചൊല്ലും. രാവിലെ 5 വരെയ്ക്ക്, വൈകുന്നേരവും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനിത് ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലാറുണ്ട്.
അങ്ങനെ ഇരുന്നു. ദൈവകൃപയാൽ ആ മാസം തന്നെ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരു അനുഭവം തോന്നി. ദൈവമേ, ഞാൻ കൃപാസനത്തിൽ പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇത് മാതാവ് തന്നതാണോ ഒരു അത്ഭുതം തോന്നി. അന്ന് മുതൽ ഞാനൊരൊറ്റ ദിവസം പോലും തെറ്റാതെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് നേരത്തെ എല്ലാം കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് പൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഒരു പന്തളത്തൊരു ഹോസ്പിറ്റലിലാണ്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ വീട് പൂട്ടിയിട്ടിട്ട് അവിടെ ഒരു റൂം റെൻറ്റിനെടുത്തിട്ട് അവിടെയായിരുന്നു പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ അവിടെ വെച്ചും ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരുന്ന ആ സമയത്തും 4.5 മാസമായപ്പോൾ എനിക്കൊരു യൂട്രസിന് വീണ്ടും പ്രസവ വേദന വരുന്നത് പോലെ തന്നെ വരാൻ തുടങ്ങി. വന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അതും ട്വിൻസ് കൂടാണ്. ട്വിൻസ് പൊതുവേ ഇച്ചിരി വളർച്ച കുറവായിരിക്കും, ഒരു കുഞ്ഞുള്ളതിനെക്കുറിച്ചും കുറച്ച് വളർച്ച കുറവായിരിക്കും. അപ്പം പറഞ്ഞു നമുക്ക് വലിയ രക്ഷ തോന്നുന്നില്ല, എന്തായാലും നിങ്ങൾ കിടക്ക്, നമ്മളൊരു 2 ദിവസം ഒന്ന് ഡ്രിപ്പ് ഇട്ട് നോക്കാം, അത് ഓക്കെ ആണ് എങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡും ഞാനും അന്ന് മുതൽ ഈ ഒരു പുസ്തകം, കൃപാസനത്തിലെ പുസ്തകം ഞങ്ങൾ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ഞങ്ങൾ എടുത്ത് വയറ്റിൽ പുരട്ടി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട്. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞങ്ങൾ കണ്ട് അതെന്നും കേൾക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തു. അങ്ങനെ ഒരു 2 ദിവസം 24 മണിക്കൂറാണ് അവർ പറഞ്ഞത്. 2 ദിവസം ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ മാറി. അപ്പം അത് ഡോക്ടർ പറഞ്ഞു ഇപ്പം വലിയ കുഴപ്പമില്ല, ഏതായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കപ്പം ആ ഒരു ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് ചെന്ന ഉടനെ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം കുഞ്ഞെങ്ങനെയുണ്ട്, കുഞ്ഞ് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ദൈവകൃപയാൽ അല്ലെങ്കിൽ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങളവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പം കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രശ്നവുമില്ല, നല്ല ഹാർട്ട് ബീറ്റുള്ള നല്ല 2 ഹെൽത്തി ബേബീസാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അപ്പം ഇവിടുന്ന് പന്തളത്തിൽ നിന്നപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ മാക്സിമം പോയാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 7 മാസം, അതിനപ്പുറം നിങ്ങൾ പോവില്ല. കാര്യം അങ്ങനെയാണ്, നിങ്ങളുടെ ഒരു കണ്ടീഷൻ അങ്ങനെയാണ്. നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചാലും ഏത് വലിയ ഹോസ്പിറ്റലിൽ പോയാലും അതിനപ്പുറം നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് ഞങ്ങളൊരു ഡേറ്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് 9 മാസവും 3 ദിവസവും കഴിഞ്ഞിട്ട് ഒരു കുഴപ്പവുമില്ലാണ്ട് ഞങ്ങൾ അങ്ങോട്ടൊരു ഡേറ്റ് പറഞ്ഞു. ഒരു കുഴപ്പവുമില്ലാണ്ട് ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും ഞങ്ങൾക്ക് മാതാവ് തന്നു. ഒരു പ്രശ്നവുമില്ലാണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി. അതുപോലെ തന്നെ എനിക്ക് 4.5 മാസമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായപ്പോൾ ഒരു യൂട്രസിന് ഒരു കൺട്രാക്ഷൻ ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ, സെലീന എന്നാണ് അവളുടെ പേര്. അവൾ ജോസഫ് അച്ഛനെ കണ്ടു പറഞ്ഞു അച്ഛാ ഇതുപോലെയാണ് കാര്യം, ഇതിപ്പം 4ാമത്തെ ഒരു അബോർഷനാണ്, എനിക്ക് ഇനി അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും പ്രഗ്നൻസി എന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കത്ത് പോലും ഇല്ല. അങ്ങനെ ഇപ്പോൾ എന്താണ് അച്ഛാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ അവളോട് പറ അവൾ ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടേ വീട്ടിൽ വരത്തുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. സെലീന അതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നീ കരയണ്ട, നീ പ്രാർത്ഥിക്ക്, നീ നിൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് നീ നിൻ്റെ വീട്ടിൽ കയറത്തോളം എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് 1000 നന്ദി. ഇതിലും വലിയൊരു അനുഗ്രഹം എനിക്കിനി ഈ ജീവിതത്തിൽ കിട്ടാനില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മ ഒരേ സമയം, ഇതെന്തൊരു ബ്ലെസ്സിങ് എന്നുള്ള ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിനെ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരേ സമയം ഒരു കുഴപ്പവും കൂടാണ്ട് 2 കുഞ്ഞുങ്ങളെയാണ് എനിക്ക് മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. മാതാവിന് 1 കോടി നന്ദി, യേശുവിന് 1 കോടി നന്ദി. ഈ ഒരു കൃപാസനം പള്ളിയിൽ വന്നത് എൻ്റെ ഒരു ജീവിതം തന്നെ, ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ഏറ്റവും സന്തോഷമായിട്ട് ഞങ്ങൾ 2 പേരും കഴിയുന്നു. ഭയങ്കര കുസൃതിയുള്ള പിള്ളേരാണ് കേട്ടോ. അതിനും ഒരുപാട് നന്ദി മാതാവിന്, ഒരുപാട് നന്ദി. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യാറുള്ളത് കൃപാസനത്തിലെ പത്രം എൻ്റെ വീട്ടിലും പരിസരത്തും കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടുത്താണ്. അപ്പം ഞങ്ങൾ അവിടെ രോഗികൾക്കും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു പോലീസുകാരൻ എന്നുള്ള നിലയിലല്ല, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാനും അത് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് നന്ദി. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ഇദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് 17 വർഷമായിട്ട് ഞങ്ങൾക്ക് ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 3 മാസം മുമ്പ് അവർക്കും കുഞ്ഞുങ്ങളുണ്ട്. ഇവർ തീർച്ചയായിട്ടും സാക്ഷ്യമെന്ന് പറയുന്നതാണ്. ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ പുറത്താണെങ്കിൽ പറഞ്ഞതാണ്.